വാഗ്ദാനത്തോടെ കിടന്ന ലൈഫ് ചോദിച്ച് ഇതെല്ലാം കിടന്ന് കഷ്ടപ്പെടണം. അതിനെല്ലാവരും വൈകിപ്പോലെയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലും സംഭവിക്കുന്നത് പറഞ്ഞു തീർത്ത് ഒരു കുടക്കീഴിൽ രണ്ടാമത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകും. പിന്നെ ആവും അങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ച് അങ്ങനെ വരും. ഒന്നേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മളെല്ലാം ജീവിതമല്ലേ അല്ലേ? ഇത് എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്, കുറ്റം പറയുന്ന ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് സിനിമയാണ് അല്ലേ? ആ സിനിമ നശിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പട്ടിണിയാവില്ലേ? നമ്മൾ ജീവിക്കുന്ന ഒത്തിരി പേര് പട്ടിണിയാവില്ലേ? അതുകൊണ്ട് നിങ്ങളും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ നോക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ് എല്ലാവരും. വരണം, സ്ത്രീ വരണം, സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് പുരുഷൻ നിൽക്കണം, എല്ലാം നല്ലത് വരണം. അല്ലാതെ ഇത് അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ, എല്ലാവരുടെയും ഒരാളുടെ പേഴ്സണൽ സാധനം അല്ല അമ്മ എന്ന് പറയുന്നത്, സംഘടനയല്ല. എല്ലാവർക്കും അതിൽ വരാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരട്ടെ. എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് യുവാക്കള് ഈ മുൻപന്തിയിലോട്ട് വരുന്നില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? ചാക്കോച്ചിനെയും പൃഥ്വിരാജിനൊന്നും മുൻനിരയിൽ കാണാൻ പറ്റുന്നില്ല. ഈ അമ്മ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അതൊക്കെ ബാബുച്ചേട്ടൻ, നമ്മളെ ബാബുച്ചേട്ടനൊക്കെ എന്ത് കുറ്റം പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര നാൾ കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളും എല്ലാം ഇതെന്താ പറയുക, അതിന് ഇൻഷുറൻസ് തുകയായാലും അതെല്ലാം തരാനായിട്ട് ഈ ബാബുച്ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും മുന്നിൽ ഇറങ്ങി. അതുപോലെ ഒരു പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രോഗ്രാം, അതായത് വലിയ വലിയ പ്രോഗ്രാമിന് നോമിനേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ടാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അതിനൊക്കെ ബാബുച്ചേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പിന്നെ വാക്ക് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്ത് അന്നേ പോയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അവിടെ അത് കേൾക്കാത്ത കൊണ്ടാണ്, അത് ചിലപ്പോൾ അത് നിസാരവൽക്കരിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ വേടൊക്കെ ഇവിടെ വന്നത് തന്നെ. ഇനി അത് ക്ലിയർ ചെയ്തൊക്കെ പോകും. കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അപേക്ഷ. അത് ഒരുപാട് പേരുടെ ചോറല്ലേ? മോദിയല്ലേ? സന്തോഷമായില്ലേ? ഞാൻ പോകട്ടെ.